നാം ഇന്ന് നോമ്പിൻ്റെ കാലയളവിലൂടെ നാം കടന്നു പോവുകയാണല്ലോ. നോമ്പ് രൂപാന്തരീകരണത്തിൻ്റെയും ആത്മപരിശോധനകളുടെയും ഒരു കാലമാണ്. അതിനായി നിരത്തിയിരിക്കുന്ന വേദഭാഗം വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷം 10-ാം അധ്യായം അതിൻ്റെ 52-ാമത്തെ വാക്യപ്രകാരം വായിക്കാം. യേശു അവനോട് പോക, നിൻ്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. ഉടനെ അവൻ കാഴ്ച പ്രാപിച്ചു, യാത്രയിൽ അവനെ അനുഗമിച്ചു. ഇതിനെ ഒരു 3 ഭാഗമായിട്ട് നമുക്ക് തിരിക്കാൻ സാധിക്കും. ഒന്ന്, ക്ഷമയോടുകൂടിയുള്ള തിമ്മയുടെ മകനായ ഭൃത്യമായുടെ കാത്തിരിപ്പാണ്. ധാരാളം പ്രതികൂലങ്ങളും വിമർശനങ്ങളും ഭൃത്യമായുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നെങ്കിലും അവൻ ക്ഷമയോടുകൂടെ കർത്താവിൻ്റെ സൗഖ്യത്തിനെ പ്രാപിക്കുവാനായിട്ട് അവൻ കാത്തിരിക്കുകയായിരുന്നു. ക്ഷമയോടുകൂടിയുള്ള കാത്തിരിപ്പ്. 2-ാമത്തെ ഭാഗം ശ്രദ്ധയോടുകൂടിയുള്ള കാത്തിരിപ്പാണ്. അവൻ വളരെ ശ്രദ്ധയോടെ കാത്തിരുന്നു. എരിഹോവിൻ്റെ വീഥികളിലെ കോലാഹലങ്ങളിൽ വീണുപോകാതെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പാദസ്പർശങ്ങളുടെ ശബ്ദങ്ങളെ കേൾക്കുവാൻ തൻ്റെ ഹൃദയത്തെയും മനസ്സിനെയും പൂർണ്ണമായിട്ടും ഏകാഗ്രതയോടെ ശ്രദ്ധയോടെ കാത്തിരുന്നു. ദൈവ സാന്നിധ്യത്തെ നാം അനുഭവിക്കണമെങ്കിൽ വചനത്തിലൂടെ നാം ആ ശ്രദ്ധയോടെ കാത്തിരുന്നെങ്കിൽ മാത്രമേ നമുക്ക് പൂർണ്ണമായിട്ടും ദൈവകൃപ പ്രാപിക്കാൻ സാധിക്കുകയുള്ളൂ. 3-ാമത്തെ ഭാഗം എന്ന് പറഞ്ഞാൽ പ്രതീക്ഷയോടെ അവൻ കാത്തിരുന്നു. തിമ്മയുടെ മകനായ ഭൃത്യമായിക്ക് ഒരു വലിയ പ്രതീക്ഷയുണ്ടായിരുന്നു. ആർക്കും നൽകാൻ കഴിയാത്ത ഒരു സൗഖ്യം എൻ്റെ കർത്താവ് നൽകുമെന്ന് പൂർണ്ണമായ ഒരു പ്രതീക്ഷ. 50-ാമത്തെ വാക്യം പ്രകാരം അവൻ തൻ്റെ പുതപ്പ് ഇട്ടുകളഞ്ഞ് ചാടി എഴുന്നേറ്റ് യേശുവിൻ്റെ അടുക്കൽ വന്നു. പുതപ്പ് അർത്ഥമാക്കുന്നത് ഭൃത്യമായുടെ ജീവിതത്തിൻ്റെ ജീവനോപാധിയാണ്. അവൻ്റെ മുഴുവൻ സമ്പത്തും അവിടെ ഉണ്ടായിരുന്നു. നാം ഈ നോമ്പിൻ്റെ അനുഭവത്തിലൂടെ നാം പോകുമ്പോൾ ദൈവത്തിന് ഇഷ്ടമുള്ളതിനെ നാം സ്വീകരിക്കുകയും ദൈവത്തിന് കൂടുതൽ ഇഷ്ടമുള്ളതിനെ പൂർണ്ണമായിട്ടും ആ നോമ്പിൻ്റെ അനുഭവത്തിലൂടെ അത് സ്വീകരിപ്പാൻ നമുക്ക് കഴിയുന്നുണ്ടോ എന്നുള്ളതാണ്. ദൈവത്തിന് ഏറ്റവും പ്രീതികരമായ പ്രവൃത്തി ചെയ്യുവാൻ, ദൈവത്തിന് യോഗ്യമായിട്ടുള്ള പ്രവൃത്തികൾ ചെയ്യാൻ ഈ നോമ്പിൻ്റെ അനുഭവത്തിലൂടെ സാധ്യമായെങ്കിൽ മാത്രമേ ഈ നോമ്പ് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും അർത്ഥപൂർണ്ണമാവുകയുള്ളൂ. ദൈവത്തിന് ഇഷ്ടമുള്ള പ്രവൃത്തികൾ ചെയ്യാൻ നമ്മുടെ ഈ നോമ്പുകൾ മാറ്റപ്പെടട്ടെ. പ്രകാരം 3 കാര്യങ്ങൾ: ക്ഷമയോടെ കാത്തിരുന്നു, അതോടെ ശ്രദ്ധയോടെ കാത്തിരുന്നു, പ്രതീക്ഷയോടെ കാത്തിരുന്നു. അപ്രകാരം ദൈവ ഇഷ്ടം ചെയ്യുവാൻ, ദൈവത്തിന് യോഗ്യമായ പ്രവൃത്തികൾ ചെയ്യുവാൻ നമുക്ക് ക്ഷമയോടും സ്നേഹത്തോടെ കൂടെ കാത്തിരിക്കാം, പ്രാർത്ഥിക്കാം. ഞങ്ങളെ കരുണ ദൈവമേ, സ്വർഗസ്ഥല പിതാവേ, ഈ നോമ്പിൻ്റെ അനുഭവത്തിലൂടെ കടന്നു പോകുവാൻ ദൈവം നീ ഞങ്ങളെ സഹായിച്ച കൃപയ്ക്കായി സ്തോത്രം. തിമ്മയുടെ മകനായ ഭൃത്യമായുടെ ജീവിതത്തിൽ അങ്ങ് കൃപകൾ ചൊരിഞ്ഞതുപോലെ അപ്രകാരം ആ വിശ്വാസത്തിൽ നിലകൊണ്ട് മുൻപോട്ട് പോകുവാൻ അടിയങ്ങളെ നീ ഒരുക്കണമേ. അപ്രകാരം ഞങ്ങളുടെ ജീവിതത്തെ ക്രമീകരിപ്പാൻ, ദൈവത്തിന് യോഗ്യമായ നല്ല ഫലങ്ങൾ കായ്പാൻ അടിയങ്ങളെ നീ ഒരുക്കണമേ, സഹായിക്കണമേ. സകലവും യേശു ക്രിസ്തു നാമത്തിൽ തന്നെ. ആമേൻ.